നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഭാവി യുദ്ധവിമാനങ്ങളുടെ കണ്ണുകളായി വിശേഷിപ്പിക്കപ്പെടുന്ന റഡാർ സാങ്കേതികവിദ്യയിൽ നിർണായക നേട്ടം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ. ശത്രുവിന്റെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ പോലും കൃത്യമായി കണ്ടെത്താൻ ശേഷിയുള്ള തദ്ദേശീയ ഫോട്ടോണിക് റഡാറുകളുടെ വികസനത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നിർണായക നാഴികക്കല്ലുകൾ പിന്നിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. DRDO തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഫോട്ടോണിക് റഡാർ വിജയകരമായ ലബോറട്ടറി പരീക്ഷണങ്ങൾക്ക് ശേഷം വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഘടിപ്പിച്ചുള്ള പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയാണെന്ന് ഇന്ത്യയുടെ റഡാർ വികസന പരിപാടികളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി. പ്രതിരോധ വാർത്താ പോർട്ടലായ IDRW ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടെത്താൻ ശേഷിയുള്ളതാണ് ഈ അത്യാധുനിക സംവിധാനം. ശാസ്ത്രലോകം ഏറെ ചർച്ച ചെയ്യുന്ന ക്വാണ്ടം റഡാറുകളെ അപേക്ഷിച്ച് പ്രായോഗികമായി വ്യോമസേനയുടെ ഭാഗമാകാൻ ഏറ്റവും അനുയോജ്യം ഫോട്ടോണിക് റഡാറുകളാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ലോകമെമ്പാടും ക്വാണ്ടം റഡാറുകൾ ഇപ്പോഴും ലബോറട്ടറി ഗവേഷണങ്ങളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഇന്ത്യ ഫോട്ടോണിക് റഡാറിന്റെ നിർണായക സാങ്കേതിക നാഴികക്കല്ലുകൾ പിന്നിട്ട് കഴിഞ്ഞു. പരമ്പരാഗത റഡാറുകളിൽ നിന്നും വ്യത്യസ്തമായി റേഡിയോ തരംഗങ്ങൾക്ക് പകരം ലേസർ പ്രകാശവും ഒപ്റ്റിക്കൽ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് സിഗ്നലുകൾ നിർമ്മിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന അത്യാധുനിക റഡാർ സംവിധാനമാണ് ഫോട്ടോണിക് റഡാർ. സിഗ്നലുകൾ നിർമ്മിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും പൂർണ്ണമായും റേഡിയോ ഫ്രീക്വൻസി ഇലക്ട്രോണിക്സിനെ ആശ്രയിക്കുന്നതാണ് നിലവിലെ AESA റഡാറുകൾ. പൂർണ്ണമായും റേഡിയോ ഫ്രീക്വൻസി ഇലക്ട്രോണിക്സിനെ ആശ്രയിക്കുന്ന ഈ റഡാറിൽ നിന്നും വ്യത്യസ്തമായി ലേസറുകൾ, ഫോട്ടോണിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ, ഒപ്റ്റിക്കൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്നിവയുൾപ്പെടെയുള്ള ഒപ്റ്റിക്കൽ സാങ്കേതിക വിദ്യകളാണ് ഫോട്ടോണിക് റഡാറുകൾ ഉപയോഗിക്കുക. ഇത് റഡാറുകളുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പശ്ചാത്തല ശബ്ദങ്ങൾ കുറയ്ക്കാനും ഇലക്ട്രോ മാഗ്നറ്റിക് തടസ്സങ്ങളെ മറികടക്കാനും സഹായിക്കും. പ്രകാശത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതിനാൽ വളരെ ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ഇതിന് ലഭിക്കും. ഇത് ലക്ഷ്യം കൃത്യതയോടെ കാണാനും അടുത്തടുത്ത് കിടക്കുന്ന ഒന്നിലധികം വസ്തുക്കളെ വേർതിരിച്ചറിയാനും സഹായിക്കും. DRDOയുടെ കീഴിലുള്ള ബംഗളൂരുവിലെ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റാണ് ഈ റഡാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ ഭൂമിയിലെ സ്ഥിരം സംവിധാനങ്ങളിൽ പരീക്ഷിച്ച ശേഷമായിരിക്കും ഇവ ഡ്രോണുകളിലും നാവികസേന കപ്പലുകളിലും ഘടിപ്പിക്കുക. തുടർന്ന് വ്യോമസേനയുടെ മുൻനിര യുദ്ധവിമാനങ്ങളായ സുഖോയ് 30, MKI, റഫേൽ, തേജസ് എന്നിവയിലും ഈ സാങ്കേതിക വിദ്യ ഘടിപ്പിക്കും. ശത്രു റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ ഫോട്ടോണിക് റഡാറുകൾക്ക് പ്രത്യേക മികവുണ്ടാവും. ഇതിന്റെ ഉയർന്ന ബാൻഡ്വിഡ്ത്തും മികച്ച സിഗ്നൽ വ്യക്തതയും കാരണം സ്റ്റെൽത്ത് വിമാനങ്ങളിൽ നിന്നുള്ള വളരെ ചെറിയ റഡാർ പ്രതിഫലനങ്ങളെ പോലും എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. കൂടാതെ ശത്രുക്കളുടെ അത്യാധുനിക ജാമിംഗ് സംവിധാനങ്ങളെ പ്രതിരോധിക്കാനും ഇതിന് സാധിക്കും. നിലവിലുള്ള റഡാർ തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒന്നായതിനാൽ യുദ്ധവിമാനങ്ങളുടെ ഘടനയിലോ പൈലറ്റ്മാരുടെ ജോലി ശൈലിയിലോ വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ ഭാവിയിൽ ഇത് വിന്യസിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന നേട്ടം. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് പോലുള്ള സങ്കീർണമായ ശാസ്ത്ര പ്രതിഭാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്വാണ്ടം റഡാറുകൾ വിമാനങ്ങളിൽ പ്രായോഗികമായി ഉപയോഗിക്കുന്നതിന് കടുത്ത വെല്ലുവിളികളുണ്ട്. കുറഞ്ഞ താപനിലയിൽ മാത്രം പ്രവർത്തിക്കുന്ന അതീവ സംവേദനക്ഷമതയുള്ള ഡിറ്റക്ടറുകളാണ് ക്വാണ്ടം റഡാറിന് ആവശ്യം. കടുത്ത പ്രകമ്പനങ്ങളും താപനില വ്യതിയാനങ്ങളുമുള്ള ഒരു യുദ്ധവിമാനത്തിനുള്ളിൽ ഇത്തരം ഒരു താപനില നിലനിർത്തുക അസാധ്യമാണ്. കൂടാതെ ദൂരപരിധി വർദ്ധിപ്പിക്കാനായി ഊർജ്ജം കൂട്ടുമ്പോൾ ഇതിന്റെ ക്വാണ്ടം സവിശേഷതകൾ നഷ്ടപ്പെടുന്നു എന്ന പരിമിതിയുമുണ്ട്. അമേരിക്ക, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവർക്കൊപ്പം DRDOയും ക്വാണ്ടം സാങ്കേതിക വിദ്യ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ദീർഘകാല ഗവേഷണ മേഖലയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഫോട്ടോണിക് റഡാർ രംഗത്ത് വ്യക്തമായ പദ്ധതി രൂപരേഖയോടെ മുന്നേറുന്ന ഇന്ത്യ പ്രായോഗിക സൈനിക ഫോട്ടോണിക് റഡാർ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ നിരയിലേക്ക് ഉയർന്നു കഴിഞ്ഞു.